നിന്റെ മനസ്സില് അമ്മയോട് എന്തെങ്കിലും അകൽച്ചയുണ്ടോ? അത് പറ. എനിക്ക് ജന്മത്തിൽ അങ്ങനെയൊന്നും ഉണ്ടാവില്ല. പിന്നെന്തിനാ അമ്മയെ സംശയിക്കുന്നത്? അതല്ല അമ്മ, നിന്നെ പ്രസവിച്ച അമ്മയെ നീ തിരിച്ചറിഞ്ഞു. എന്നിട്ട് എന്താ ചെയ്തത്? ആ അമ്മയും കൂട്ടി ഇവിടെ അച്ഛന്റെ അമ്മയുടെ അടുത്ത് വന്നു. അന്ന് ശ്യാമ മേഡം പറഞ്ഞ വാക്കുകള് ഞാൻ മറന്നിട്ടില്ല. നിന്റെ ജീവിതത്തില് നീ എനിക്ക് തന്ന പ്രാധാന്യം എന്താണെന്ന് ശ്യാമ മേഡത്തിന്റെ വാക്കുകളിൽ നിന്ന് എനിക്ക് മനസ്സിലായി. പിന്നെന്തിനാ എനിക്ക് നിന്നോട് ദേഷ്യം? പിന്നെന്തിനാ നീ വിഷമിക്കുന്നത്? എന്റെ മോൾക്ക് ഒരമ്മ മാത്രമല്ല, ഞങ്ങള് രണ്ടുപേരുണ്ട് അമ്മയായിട്ട് എന്നങ്ങ് കരുതിയാ പോരെ? നിന്റെ പ്രവൃത്തികളോടൊന്നും അമ്മയ്ക്ക് ഒരു വിഷമവും ഒരു കാലത്തും തോന്നിയിട്ടില്ല. തോന്നുകയില്ല കുട്ടി. നിന്നെ തേടി വന്ന നിന്റെ അമ്മ പെട്ടെന്ന് അപ്രത്യക്ഷയായിരുന്നു. ആ ഒരു വിഷമം മാത്രമേ ഉള്ളൂ. പോലീസുകാരോ പത്രക്കാരോ ഗായിക ശ്യാമയ്ക്ക് അപകടം സംഭവിച്ചു, അവരിന്ന് തിരിച്ചു വരില്ല എന്നൊക്കെ പറയും. പക്ഷെ അമ്മയ്ക്കൊരു വിശ്വാസമുണ്ട്, നിന്റെ പെറ്റമ്മയ്ക്ക് അങ്ങനെ പോവാൻ പറ്റില്ല. ഉറപ്പായിട്ടും പോവാൻ പറ്റില്ല. ശ്യാമ മേഡം തിരിച്ചു വരും മോളെ. എന്താ ശോതെ, കരയിക്കാണ് മോളെ? അവളെ കരയാൻ വന്നതാ, കരയണ്ടാന്നാ ഞാൻ പറഞ്ഞത്. ഇവളെന്നോട് ചോദിക്ക, ശ്യാമ മേഡത്തിന്റെ വരവോടെ ഇവൾ എന്നോട് അകൽച്ച കാണിച്ചതായിട്ട് തോന്നിയിട്ടുണ്ടോന്ന്. അങ്ങനെയൊന്നും ഇല്ല കുട്ടി. ശ്യാമയെ കണ്ടപ്പോ മോക്ക് തോന്നിയ സന്തോഷം എത്രയാണോ അത്ര തന്നെയാ അച്ഛനും അമ്മയ്ക്കും തോന്നി. ഞങ്ങൾ ഈ കാലം അത്രയും പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നത് എന്താ? ഞങ്ങളെ മോളെ സുരക്ഷിതാക്കണേ ദൈവമേന്നല്ലേ. ആ സുരക്ഷ നിന്നെ തേടി വരുമ്പോ ഞങ്ങൾക്ക് സന്തോഷമല്ലേ ഉണ്ടാവുക? ആ അതെ, നമ്മളിങ്ങനെ മാറി നിന്ന് സംസാരിച്ചാ വരുണ് ചിലപ്പോ എന്തെങ്കിലും തോന്നും. ഇപ്പൊ മോള് പരമാവധി സമയം അയാളുടെ കൂടെ വേണം. അത്രയ്ക്ക് തളർന്ന മനസ്സാ. ചെല്ലുമോളെ. പാവം, കൂടെ നിൽക്കുന്നവര് ഒരാളുടെ മനസ്സിൽ വിഷമം വന്നാ പോലും അവൾ അതിന്റെ കാരണം തിരക്കും. എല്ലാവർക്കും പ്രിയപ്പെട്ടവളാ, ദൈവത്തിനും. അത് തന്നെയായിരിക്കും അവളുടെ രക്ഷയും. ഈ പ്രതിസന്ധികളൊക്കെ അവള് മറികടക്കുക. ശോഭ, നീ നോക്കിക്കോ. വേണ്ടി അതൊക്കെ സഹിക്കാൻ ഞാൻ തയ്യാറാ. ഇതിപ്പോ അവൾക്ക് കണിമംഗലത്ത് നിൽക്കാൻ വേണ്ടി നീ കണിമംഗലത്ത് നിന്ന് പുറത്തായി. അവൾ ആറ്റുവാശ്ശേരി ചെന്നപ്പോ അവിടെ നിന്ന് നീ പുറത്താണല്ലോ. ഏട്ടത്തി ഫോൺ വെച്ചോ, എന്താ ചെയ്യേണ്ടെന്ന് എനിക്കറിയാം. അല്ല, എനിക്ക് നിർബന്ധമൊന്നുമില്ല. എനിക്കും ചെറിയമ്മയ്ക്കൊന്നും ഇവിടെ യാതൊരു പ്രശ്നവുമില്ല.
സത്യത്തില് ഞങ്ങളും ചെറിയച്ഛനാ ഇപ്പൊ കണിമംഗലം ഭരിച്ചോണ്ടിരിക്കുന്നത്. നിന്റെ കാര്യോട്ടോ കഷ്ടം. കണിമംഗലവും ഇല്ല, ആറ്റുവാശ്ശേരിയില്ല. കയ്യില് കൊറേ കാശുണ്ട്. ആ അതുകൊണ്ടിങ്ങനെ നടന്നു. ഇത്രയൊക്കെ നടന്നു കഴിഞ്ഞല്ലേ നമ്മൾ ആറ്റുവാശ്ശേരിന്ന് മാറി നിന്നത് അവർക്കങ്ങ് അനുഗ്രഹമായി. ആ അനുഗ്രഹം നമുക്കങ്ങ് മായ്ക്കണം. കണിമംഗലത്ത് നിന്ന് അവരെ ഇറക്കി വിട്ടത് തെരുവിലേക്കാണെങ്കിൽ അവര് തെരുവിൽ തന്നെ കഴിയണം. എന്തായിരുന്നു ഒരു പണക്കാരി തള്ള വന്നപ്പോ അവളുടെ ഒരു ഹുങ്ക്. തള്ള ചത്തപ്പോ അതങ്ങ് തീർന്നല്ലോ. എടി നമുക്കൊന്ന് ആറ്റുവാശ്ശേരിയിലേക്ക് പോയാലോ? മുത്തശ്ശി എഴുന്നേക്ക്. പ്രിയങ്കയുടെയും സുകുമാരിയുടെയും പവർ എന്താണെന്ന് വരണൊന്ന് കാണിച്ചു കൊടുക്കണമല്ലോ. അങ്ങനെ അവരെ ആറ്റുവാശ്ശേരിയിൽ കഴിയണ്ട. ആ അവിടെ ചെന്നാ നമുക്ക് വലിയ പണിയൊന്നും കാണില്ല. പിടിച്ചിറക്കേണ്ട ആവശ്യമൊന്നുമില്ല. അവൻ വലിയ അഭിമാനിയല്ലേ. നേർക്ക് നേരെ നിന്നൊരു 4 വർത്തമാനം പറഞ്ഞ അഭിമാനവും കയ്യിൽ പിടിച്ച് അവൻ അങ്ങ് ഇറങ്ങിപ്പോക്കോളും. എന്തായാലും 2-3 ദിവസം ആറ്റുവാശ്ശേരിയിൽ വന്ന് നിന്നത് നന്നായി മുത്തശ്ശി. കണിമംഗലത്ത് നിന്ന് അവരെ ഇറക്കി വിടുന്ന കാഴ്ച എനിക്ക് കാണാൻ പറ്റിയില്ലെങ്കിലും ആറ്റുവാശ്ശേരിയിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന കാഴ്ച എനിക്ക് കാണാലോ. മുത്തശ്ശി വാ.